വിഷയം KSRTC ബസ്സിലെ ജാസിന് UDF ഭരണത്തിൽ വന്ന് മന്ത്രി ആരാണെന്ന് നിങ്ങൾ പോയി അന്വേഷിക്കുക. ആരാ രമേശ് ചെന്നിത്തല ആവണോ, അല്ലെങ്കിൽ PD സതീശൻ സാർ ആവണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവണോ, നിങ്ങൾ അത് നോക്ക്. നിങ്ങൾ ജാസി ഇറങ്ങുന്നതും വിട്ടുപിടി. പക്ഷെ ഞാൻ KSRTC ബസ്സിൽ യാത്ര ചെയ്യും, ഫ്രീ ടിക്കറ്റ് ആയിട്ട്. ഇനി ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഹാഫ് ടിക്കറ്റ് വേണം. അങ്ങനെ സർജറി ചെയ്താണല്ലോ. പകുതി പെണ്ണായ ആളെ നിങ്ങൾ പറയുമ്പോൾ പകുതി പെണ്ണായി എനിക്ക് പകുതി ടിക്കറ്റ്. അതായത് എവിടെയാണോ എനിക്ക് പോകേണ്ടത് അവിടെ ഒരു 150 രൂപയാണ്, അല്ലെങ്കിൽ ഒരു 200 രൂപ ആണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കും. ബാക്കി പകുതി ഞാൻ പെണ്ണാണെന്ന് പറയും. അപ്പോഴോ അപ്പൊ എങ്ങനെയുണ്ട്? അത് നടക്കൂലേ? ഹലോ, അപ്പോൾ എല്ലാവർക്കും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ സാരി എങ്ങനെയുണ്ട്? ഫസ്റ്റ് അടിപൊളിയല്ലേ? അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിന് കാരണം ഇപ്പോൾ കേരളത്തിന് വലിയൊരു കാര്യമാണ് കേരളത്തിൽ ആരും മുഖ്യമന്ത്രി ആവും എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലെ ആൾക്കാർക്ക് മുഖ്യമന്ത്രി ആരാവണം എന്നല്ല കൂടുതൽ അറിയേണ്ടത്, ജാസിനെ KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യിപ്പിക്കുമെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ബസ്സിൽ അങ്ങനെ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയല്ല. അതായത് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ മുമ്പ് വേണമെങ്കിൽ പോലും എനിക്കങ്ങനെ ബസ് യാത്ര വലിയ ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. ഫസ്റ്റ് ഓഫ് ഓൾ യാത്ര ബസ് മോശമായതുകൊണ്ടൊന്നുമല്ല. അതിൻ്റെ ഇടയ്ക്ക് ആ കൈ കാണുന്നത് ആശയാണ്, ഞാനും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ആശ ഒന്ന് ഹായ് പറഞ്ഞേ. ഉറക്ക പറ. അല്ലെങ്കിൽ ആൾക്കാർ ഇറക്കി റൂമിൽ ഇന്ന് ഒറ്റയ്ക്കാണ് ജാസി വീഡിയോ എടുക്കുന്നത്. റൂമിൽ എന്താണ്, അല്ലെങ്കിൽ എപ്പോഴും ആശയാണല്ലോ എനിക്ക് എടുത്തത്. ഫ്രണ്ടായിട്ട് ഞാൻ എടുക്കുന്നത്, ഫ്രണ്ട് ക്യാമറ എടുക്കുന്നത്. അപ്പോൾ വേറെ ആരുടെ കൈയാണ് ആ കണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ആശയനായിട്ട് എൻ്റെ ഭർത്താവാണ്, നോ അവിഹിതം. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ബസ് യാത്ര ഞാൻ അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും നമ്മൾ ഈ ബസ്സിലൊക്കെ ആയിരിക്കും സ്കൂളിൽ പോവുക. അങ്ങനെ എനിക്ക് എടുത്തായിരുന്നു എൻ്റെ സ്കൂള്. ഞാൻ പഠിച്ച +1 +2 ചെറിയ സ്കൂളാണെങ്കിലും ഒക്കെ എടുത്ത് തന്നെയായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചത് കാലിക്കറ്റായിരുന്നു, എൻ്റെ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ്. അത് അപ്പോൾ ട്രെയിനാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ട്രെയിൻ. പിന്നെ ട്രെയിൻ ഉണ്ടായിരുന്നത് കൊച്ചിയിലാണ്. അപ്പോഴും ഞാൻ പോയി വരുന്നതൊക്കെ ട്രെയിനിലായിരുന്നു. അങ്ങനെ ബസ്സിൽ എനിക്ക് ഒന്നാമത് ബസ് യാത്ര ഇഷ്ടമില്ലാതെ, എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ ബസ്സിൽ ഇരിക്കുന്നത് ഇഷ്ടമില്ല. ട്രെയിനാകുമ്പോൾ നമുക്ക് എണീറ്റ് നടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. ആഷിൻ്റെ ഫോണൊന്ന് ഓഫാക്കി വെക്കുക. ആരാ വിളിക്കുന്നത്? ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ അതൊക്കെ അവിടെ മാറ്റട്ടെ. ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം, ജാസി ബസ്സിൽ യാത്ര ചെയ്യുമോ എന്നുള്ളതാണ്. KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ചെയ്ത് കാണിക്കണം നല്ല ആഗ്രഹമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, KSRTC യാത്ര ഞാൻ അതിന് എത്രത്തോളം ഞാൻ പൊരുതണോ ഞാൻ പൊരുതും. കാരണം KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകൾക്കാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ജാസി എങ്ങനെ സ്ത്രീ ആവുമെന്ന്, അല്ലേ? അതാണല്ലോ ഇപ്പോൾ കേരളത്തിൽ ആൾക്കാർ. പിന്നെ ചില ആൾക്കാരൊക്കെ വെറുതെ ഈ ടോപ്പിക് എടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. റീച്ചാണ് മെയിൻ, അത് വേറെ കാര്യം. എന്തെങ്കിലുമൊക്കെ റീച്ച് ചെയ്ത് പിടിച്ച് നിൽക്കണമല്ലോ. കാരണം അക്കൗണ്ടൊക്കെ അങ്ങ് ഡൗണാ, എന്തുവാ ചെയ്യുക? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത്, അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 4 ആൾക്കാർ കാണും, എന്തെങ്കിലും കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ജാസിന് തലമ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ജാസി ഒന്നിങ്ങനെ നിൽക്കുന്നത് ആണല്ലോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടൊക്കെ. അപ്പോൾ ജാസിനെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് റീച്ച് അങ്ങ് കിട്ടുമെന്ന് വിചാരിച്ച് ചില അമ്മച്ചിമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അമ്മച്ചിമാരെല്ലാത്തവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മച്ചിമാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇനിയിപ്പോൾ ഇത് കാണുന്ന കുട്ടികൾക്കൊരു ഇത് വേണ്ട, ഞാൻ അമ്മച്ചി എന്ന് ഉദ്ദേശിച്ചത് രേണു ചേച്ചിനൊക്കെ പറയുന്നൊരു അമ്മച്ചി ഇറങ്ങിയിട്ടുണ്ട്. തെറിയ അമ്മച്ചി എന്തോ പറയാം, എനിക്കറിയില്ല, വട്ടവർ, ഞാനതൊന്നും കെയർ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ വേറെ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ളൊരു മറുപടിയാണ്. പിന്നെ ചില കാര്യം, നീ ബസ്സിൽ കയറുന്ന എനിക്കൊന്ന് കാണണം, നീ ആര്, നിങ്ങളൊക്കെ ആര്, ഞാൻ ബസ്സിലോ കാറിലോ ഫ്ലൈറ്റിലോ കയറി, അല്ല നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം എന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തത്. എന്താ നിങ്ങളിലേക്ക് ജാസിന് ഇതാ ഈ തുമ്പത്ത് അങ്ങ് പിടിച്ചോളൂ, ഈ സാരി തുമ്പത്ത് പിടിച്ചോളൂ, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം. അല്ലേ, ഇതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ജാസി അങ്ങ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പിടിച്ച് ഏറ്റെടുക്കാൻ ഞാൻ എന്താ പറയുക, സർജറി ചെയ്ത്
ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരാളാണ് ഞാൻ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ് ID കാർഡ് എടുത്തൊരു വ്യക്തിയാണ് ട്രാൻസ്ജെൻഡർ ആയിട്ട്. ഇവിടെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള എത്രയോ പേര് അവർ ആധാർ കാർഡിലോ അവർ പാസ്പോർട്ടിലോ അവർ വേറെയുള്ള രേഖകളിലൊക്കെ സ്ത്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ ആയിട്ട് തന്നെ കൊടുക്കണമെന്ന് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ സർജറി ഇപ്പോൾ ബ്രസ്റ്റ് സർജറി, ഡൗൺ സർജറി അല്ലെങ്കിൽ 2 സർജറിയും കഴിഞ്ഞ ആൾക്കാരൊക്കെ സ്ത്രീ ആയിട്ട് തന്നെ കിട്ടും. അവർക്ക് സ്ത്രീ ആയിട്ട് നടക്കാം, അവർക്ക് സ്ത്രീ ആയിട്ട് പോവാം. അതുകൊണ്ടൊരു പ്രശ്നമില്ല. അപ്പം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഗർഭാത്രം ഉണ്ടോ? ചില ആൾക്ക് അറിയേണ്ടത് ഞങ്ങൾക്ക് ഗർഭാത്രം ഉണ്ടോ എന്നാണ്. ഉണ്ട്, എനിക്ക് ഗർഭാത്രം ഉണ്ട്, സത്യം. വിശ്വാസമായില്ല? ഞാൻ പ്രസവിച്ച് കഴിഞ്ഞാൽ സൗന്ദര്യം പോകുന്ന വെച്ചിട്ടല്ലേ ഞാൻ പ്രസവിക്കാത്തത്, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പ്രസവിക്കില്ലേ? അതവിടെ കേട്ടെ. അപ്പോൾ ഗർഭാത്രം ഇപ്പോൾ അടുത്ത് ഏതൊരു ആണിന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഗർഭാത്രം ഉണ്ടായി എന്നൊക്കെ സംഭവം ഞാൻ പോയി ടെസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു പാത്രം ഉണ്ടെങ്കിലോ എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഗർഭാത്രം ഉണ്ടോ എന്നൊക്കെയാണ് ചില ആൾക്കാർക്ക് അറിയേണ്ടത്. ഇനിയിപ്പോൾ അതിന് വേണ്ടി ഞാൻ പണ്ട് എന്താ പറയുക ഡ്രസ്സ് ഊരിയിട്ട് കാണിച്ചു കൊടുത്ത പോലെ ഗർഭാത്രം ഉണ്ടോ എന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ സർജറി ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരുമോ? വയറ് കീറണോ? ഓക്കെ, ഇതൊരു ഹെൽത്തി ടോക്കാണ്, ലൈക്ക് ഒരു ഫണ്ണി ടോക്കാണ്. ഇനി ഇത് കേട്ടിട്ട് നിങ്ങൾ വേണമെങ്കിൽ പിടിച്ച് കൊണ്ടുവരാം, എനിക്ക് കുഴപ്പമൊന്നും, എനിക്ക് അങ്ങനെ ആരോടും വെറുപ്പൊന്നുമില്ല ഗൈസ്. ഞാൻ അങ്ങോട്ട് ലൈക്ക് ചെയ്യും, എന്നെ ഇങ്ങോട്ടും ലൈക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പം അതൊക്കെ വാട്ടവർ, ഞാനത് ആ ഒരു രീതിയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. വേറൊരു രീതിയിൽ പിന്നെ അത് ഞാൻ കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല. എനിക്ക് ഇങ്ങനെ തല്ലും പിടിയായിട്ട് പോകേണ്ട ഒരു ആവശ്യം. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അതൊന്നും അല്ലാണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എനിക്ക് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ടച്ച് വുഡ് എൻ്റെ ദൈവം സഹായിച്ച്, എൻ്റെ പടച്ചൻ സഹായിച്ച് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതന്നെ ഒരു വലിയൊരു കാര്യമാണ്. എനിക്ക് അത് മാത്രമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈവൻ ആശയാണെങ്കിലും അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, എൻ്റെ പോലെ ചിന്തിക്കുന്നതാണ്. കാരണം ഞങ്ങൾക്ക് ഓരോ ദിവസങ്ങൾ നല്ല രീതിയിൽ സമാധാനത്തോടെ കഴിഞ്ഞു പോയാൽ മതി. അല്ലാണ്ട് ഞങ്ങൾക്ക് ഈ ബഹളങ്ങളോ ഈ കുത്തിത്തിരിപ്പോ ഇതിനൊന്നും ഒരു ആവശ്യമില്ല. അത് കേൾക്കാനും പറയാനും താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെയുമായിട്ടൊന്നുമില്ല, വിഷയം ഇത് തന്നെയാണ്. അപ്പോൾ ജാസി ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സഞ്ചരിച്ചു കൂടാ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം എനിക്ക് ട്രാൻസ്ജെൻഡർ ID കാർഡ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഞാൻ അത് ലീഗലി പോയിട്ട് മൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന പല പ്രിവിലേജസും ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടുന്നുണ്ട്. കാരണം നിങ്ങളൊക്കെ ഏത് ലോകത്താടോ ജീവിക്കുന്നത്? ആണ് പെണ്ണ് ട്രാൻസ് മറ്റത് മറിച്ചത് അതൊക്കെ ഒഴിവാക്കാനുള്ള സമയം കഴിഞ്ഞ് എല്ലാവരും മനുഷ്യനായിട്ട് കാണാനുള്ള സമയം ആവാൻ തുടങ്ങി. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ എന്ത് തേങ്ങാക്കോലിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഫ്രണ്ട്സും ഇപ്പോൾ ഞാൻ ഒരുപാട് പബ്ലിക്കലി പോകുന്നൊരു വ്യക്തിയാണ്. എന്നെ അങ്ങനെ ഇതുവരെ ആരും ഒരു ആണായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ട്രാൻസ്ജെൻഡർ ആയിട്ടോ ലൈക്ക് അങ്ങനെയൊന്നും എന്നെ ഒരാളും ട്രീറ്റ് ചെയ്തിട്ടില്ല. പെണ്ണുങ്ങളാണെങ്കിൽ അവരിൽ ഒരാളെ പോലെ എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. അത്രയും ഭയങ്കര സ്നേഹത്തിലും ഇതിലായിട്ടാണ് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് എന്നെ ഒരാളും അങ്ങനെ ആണ് പെണ്ണായത് അല്ലെങ്കിൽ ട്രാൻസ് അങ്ങനെ ഒരു ലെവലിലേ എന്നെ ട്രീറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഈ ട്രാൻസ് എന്ന് പറയുന്നത് ഇത്ര വലിയ മോശക്കാരാണോ അല്ല എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു യാത്ര ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ യാത്ര ചെയ്യും. ആർക്കും അവിടെ പ്രശ്നം? എന്താ അവിടെ ഭൂമി ഇടിഞ്ഞു വീഴുമോ? ഇന്ന് കാണാം നമുക്ക് ഭൂമി അങ്ങ് ഇടിഞ്ഞു വീഴട്ടെ. പിന്നെ ജാസി അങ്ങ് KSRTCയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഭൂമി അങ്ങ് കുലുങ്ങി വീഴും, അല്ലെങ്കിൽ ഇതാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് നോക്കാം ഭൂമി കുലുങ്ങുമെന്ന് കേട്ടാ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ ടോപ്പിക്ക് പൊന്തി വരാൻ തന്നെ കാരണം ചില ആൾക്കാർക്ക് റീച്ച് ഇല്ല ഗൈസ്. എന്ത് ചെയ്യും? വീട്ടിലിരിക്കുകയാണ് ഗൈസ്, ജോലി ഇല്ലാണ്ട്. ഞങ്ങളെ പോലത്തെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് അങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. മനസ്സിലായോ? നമുക്കാണെങ്കിൽ ഒന്ന് വീട്ടിലിരുന്നാൽ മതി, കുറച്ച് നേരമൊക്കെ വീട്ടിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കിടന്നാൽ മതി എന്നുള്ളത്. പക്ഷെ പറ്റില്ല, നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ, പ്രമോഷൻ ഷൂട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് നമ്മൾ, ബിസിയാണ് നമ്മൾ. പക്ഷെ ബിസി അല്ലാത്തവർ എന്ത് ചെയ്യും? എവിടെയെങ്കിലും കാര്യം തൂറിയതോ തിറ്റതോ ഒക്കെ ഉള്ളതൊക്കെ മാന്തി ഇങ്ങനെ ഈച്ച പറക്കൂലേ, അതുപോലെ നടക്കും. അപ്പം റീച്ച് ഇല്ലാത്തവരങ്ങനെ റീച്ച് അങ്ങനെ പോട്ടെ. ഓക്കെ ഫൈൻ. എന്നെ കൊണ്ട് അവർക്ക് ഞം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. നല്ലൊരു കാര്യമല്ലേ എന്നെക്കൊണ്ട് ഒരാൾ
എന്നെ വിറ്റിട്ട് ഒരാൾ അരി വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ ഇല്ലേ? ഞാൻ ഇന്ന് വരെ എൻ്റെ അക്കൗണ്ടിൽ ഒരാൾക്കെതിരെ സംസാരിച്ച് ഞാൻ റീച്ച് വാങ്ങിച്ചിട്ടില്ല. ഒരാൾക്കെതിരെ സംസാരിച്ച് ഞാൻ റീച്ച് ഞാൻ എൻ്റെ വീഡിയോസ് എൻ്റെ മുഖം എൻ്റെ വീഡിയോസ്, ആഷിയുടെ മുഖം എൻ്റെ വീഡിയോസ് എന്നല്ലാണ്ട് ഞാൻ ഇന്ന ആളെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതാ എൻ്റെ അക്കൗണ്ടിൽ ഫുൾ വീഡിയോസ് സെർച്ച് ചെയ്യാം. ഒരാളെ വെച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് ഞാൻ രേണു ചേച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ട്, രേണു ചേച്ചിൻ്റെ മോൻ വന്ന സമയത്ത് രേണു ചേച്ചിനെ സപ്പോർട്ട് ചെയ്ത്, മോനും രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തു എന്നല്ലാണ്ട് ഞാൻ ഇന്ന് വരെ ഒരു ആളെ കണ്ടൻറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് എവിടെയും പറയുന്നത്, എൻ്റെ യൂട്യൂബ് ആയിക്കോട്ടെ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എൻ്റെ FB ആയിക്കോട്ടെ, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല, ചെയ്യത്തുമില്ല. ഒരാളിൽ ഞാൻ ഫേമസ് ആക്കത്തുമില്ല, പേര് പറയത്തുമില്ല. ചിലർക്ക് പേര് പറയാത്തതുകൊണ്ടാണ് ഭയങ്കര പ്രശ്നം. ഞാൻ പേര് പറയത്തില്ല, ഒരു ആളെ പേരും ഞാൻ പറയത്തില്ല. അങ്ങനെ ഫേമസ് ആവണ്ട. പിന്നെ എനിക്ക് എന്താ പറയുക, ഇങ്ങനെ കാറിലിരുന്ന് വീട് ചെയ്യണമെന്ന് എനിക്ക് വയ്യ. പുറത്ത് നല്ല ചൂടല്ലേ, പിന്നെ ഫുൾ ടൈം AC ഇരിക്കും. കാറിൽ ഫുൾ ടൈം AC ഇട്ടിട്ട് വീട് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്, കാറിൽ ഫുൾ ടൈം ഇങ്ങനെ വീട് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. കാരണം വളരെ ഡേഞ്ചറാണ് അത് കേട്ടോ. വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെയ്യുക, റൂമിലൊക്കെ ഇരുന്ന് വീട്ടിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വായിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾ അച്ഛനും അമ്മയും ബോധം കിട്ടും വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്? ആണോ? റൂം അങ്ങ് അടച്ച് വീഡിയോ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ ലൈക്ക് ഞാനും മലയാളിയാണ്, എനിക്കും പറയാനൊക്കെ അറിയാം, പക്ഷെ പറയത്തില്ല. അതാണ് സത്യം. ഞാൻ പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലയെന്നല്ല, ഞാൻ പണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് പറയുന്നത്. പക്ഷെ ഞാൻ ഉണ്ടാവുമല്ലോ ഇപ്പം അങ്ങ് നിർത്തി പറച്ചിൽ. കാരണം എന്തിനാണ് വെറുതെ നെഗറ്റീവ്? നമുക്ക് വേണ്ട, നമുക്ക് പോസിറ്റീവായിട്ടിരുന്നാൽ മതി, നെഗറ്റീവ് നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. അപ്പോൾ KSRTC അതാണല്ലോ മെയിൻ വിഷയം. KSRTC ബസ്സിൽ ജാസിന് UDF ഭരണത്തിൽ വന്ന് മന്ത്രി ആരാന്ന് നിങ്ങൾ പോയി അന്വേഷിക്കുക. ആരാ? രമേശ് ചെന്നിത്തല ആവണോ, അല്ലെങ്കിൽ PD സതീശൻ സാർ ആവണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവണോ? നിങ്ങൾ അത് നോക്ക്. നിങ്ങൾ ജാസി കയറുന്നതും വിട്ടുപിടി. പക്ഷെ ഞാൻ KSRTC ബസ്സിൽ യാത്ര ചെയ്യും, ഫ്രീ ടിക്കറ്റ് ആയിട്ട്. ഇനിയിപ്പോൾ എനിക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഹാഫ് ടിക്കറ്റ് വേണം. കാരണം ഞാൻ സർജറി ചെയ്ത ആളാണല്ലോ. പകുതി പെണ്ണായ ആളല്ല നിങ്ങൾ പറയുമ്പോൾ, പകുതി പെണ്ണായ എനിക്ക് പകുതി ടിക്കറ്റ്. അതായത് എവിടെയാണോ എനിക്ക് പോവേണ്ടത് അവിടെ ഒരു 150 രൂപയാണ്, അല്ലെങ്കിൽ ഒരു 200 രൂപയാണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കും. ബാക്കി പകുതി ഞാൻ പെണ്ണാണെന്ന് പറയും. അപ്പോഴോ ടെൻടടേ. അപ്പം എങ്ങനെയുണ്ട്? അത് നടക്കൂലേ? പെണ്ണുങ്ങൾക്കാണല്ലോ KSRTC ബസ്സിൽ എന്താ പറയുക യാത്ര. അപ്പോൾ ഞാൻ പകുതി പെണ്ണാണല്ലോ, നിങ്ങൾ പറഞ്ഞ പോലെ പകുതി പെണ്ണിന് പകുതി. അത് ന്യായല്ലേ? നിങ്ങൾ പറ, അത് ന്യായല്ലേ? അത് ന്യായമാണ്. അത് ഞാൻ നേടിയെടുക്കും, അത് നേടിയെടുത്തിട്ടേ ഞാൻ അടങ്ങും. എനിക്കൊരു വാശി കൂടിയാണത്. അതിന് ഞാൻ എവിടെ പോകണം, ഇനിയിപ്പോൾ കളക്ടർ ഓഫീസിൽ പോകണോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ ഞാൻ പോവും. കാരണം എൻ്റെ അടുത്ത് ലീഗലി പോകാനുള്ള പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യമല്ല. പക്ഷേ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ഇതുമായിട്ട് ഇങ്ങനെ പോയപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. പിന്നെ നിങ്ങൾ അക്കൗണ്ടൊക്കെ റീച്ച് ആക്കുന്നില്ല, നിങ്ങൾ എന്നെ വിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നില്ല നിങ്ങൾ, പിന്നെ ഞാൻ എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കുക, എൻ്റെ യൂട്യൂബ് കുറച്ച് അങ്ങ് ക്യാഷ് ആക്കട്ടെ അല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു സ്ത്രീ ആയിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. ലീഗലി എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ ട്രാൻസ്ജെൻഡർ ID കാർഡ് എടുത്ത വ്യക്തിയാണ്. ഇനിയിപ്പോൾ അത് കുത്തിപ്പൊക്കി വരണ്ടല്ലോ, അതെടുത്ത വ്യക്തിയാണ്. ഞാൻ ലീഗലി എൻ്റെ സർജറി കഴിഞ്ഞ വ്യക്തിയാണ്. പിന്നെ എനിക്ക് ഇനിയിപ്പോൾ സർജറി ചെയ്ത് എവിടെയാണോ എന്താണെന്ന് നിങ്ങളോട് പറയാൻ മനസ്സില്ല. അതിൻ്റെ ആവശ്യം എന്ത്? നിങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരും പുരുഷനാണോ സ്ത്രീയാണെന്നുള്ളത് നിങ്ങൾ തുണി ഊരി എനിക്ക് കാണിച്ചു തരുമോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തിന് അത് ചെയ്യേണ്ട ആവശ്യം? അങ്ങനെ ചെയ്ത് കൊടുത്തൊരാളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ കുറേ തെറി പറഞ്ഞ് കുറേ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഓ വാവ് ഫണ്ടാസ്റ്റിക് എന്നൊക്കെ വിചാരിച്ച് കുറേ കമൻറ്റ് ചെയ്യുന്ന കുറേ കമൻറ്റോളികളും കുറേ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സപ്പോർട്ടോളികളും ഉണ്ടാവും. പക്ഷെ അതിന് എന്നെ കിട്ടത്തില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ
ഒറ്റക്ക് പടപൊരുതി വന്ന ആളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പടപൊരുതും. മനസ്സിലായോ? അപ്പോൾ ഒരു ആൾക്കാർ വിചാരിച്ചാലും നിങ്ങളൊന്നും ഇടുന്ന വീഡിയോസ് കണ്ട് തളർന്ന് കുത്തി റൂമിലിരിക്കുന്ന ആളല്ല ജാസി. നിങ്ങളൊക്കെ എനിക്ക് തരുന്നത് ഫ്രീ പ്രൊമോഷൻസ് ആണ്. ദെൻ ഐ ലവ് ഇറ്റ് ഗൈസ്, ഐ ലവ് ഇറ്റ്. നിങ്ങൾക്ക് എനിക്ക് ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷൻ ജാസി 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 എന്ന് പറഞ്ഞ് തരുമ്പോൾ പിന്നെ എന്തിനു ഞാൻ നിങ്ങളെ വെറുക്കണം? എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഗൈസ്, ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താണ് ഇപ്പം മന്ത്രി ഗണേശൻ സാറ് തോറ്റു അല്ലേ? അല്ലെങ്കിൽ ആ സാറ് ഇപ്പോൾ ഓൾറെഡി ഞങ്ങളെ പാർട്ടിയാണ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പാർട്ടിയാണ് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ എപ്പോൾ കയറി ഇരുന്നെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാർ എങ്ങനെയുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് അന്വേഷിച്ച് ഞാൻ എൻ്റെ ഫ്രീ ഒക്കെ ആവുന്ന സമയത്ത് ഒന്ന് തിരക്കൊക്കെ ഉണ്ട്, ആ തിരക്കൊക്കെ മാറിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ഇരുത്തി അന്ന് ഗണിച്ച് നോക്കിയിട്ട് അങ്ങനെ ട്രാൻസ്ജെൻഡർ ആയ ആൾക്കാർക്കും ബസ്സിൽ യാത്ര ചെയ്യാം എന്നുള്ള, സ്ത്രീയായ ട്രാൻസ്ജെൻഡേഴ്സിനും ബസ്സിൽ യാത്ര ചെയ്യാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ നേടിയെടുത്തേ ഞാൻ അടങ്ങും ഗൈസ്. അതെൻ്റെ ഒരു വാശിയാണെന്ന് കൂട്ടിക്കോളൂ. ഓക്കെ. പിന്നെ പൊതുവേ KSRTC ബസ് എന്നല്ല, ഒരു ബസ്സിൽ അങ്ങനെ ഞാൻ യാത്ര ചെയ്യാറില്ല പൊതുവേ. എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ബസ്സിൽ യാത്ര. പക്ഷേ എനിക്ക് ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കേരളം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത്. ജാസി അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അല്ലേ, ചേച്ചി ഒരു കുട്ടി, ചേച്ചി UDF ഭരണത്തിൽ വന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്നാ. കുട്ടികൾക്കടക്കം അതാണ് പറയേണ്ടത്. എടാ സ്കൂൾ തുറന്നടാ, പോയിട്ട് ബുക്കും പേപ്പറും ഇതും അതിൻ്റെ സ്കൂളിൽ പണ്ട് സ്കൂൾ വരുമ്പോൾ പുതിയ ബുക്ക് കണ്ട് ഞങ്ങളിങ്ങനെ ചട്ട പൊതിയായിരുന്നു. എന്താ അതിനെ പറയുക, ലൈക്ക് അത് റാപ്പ് ചെയ്യായിരുന്നു. പോയിട്ട് ഇതെന്താ യൂട്യൂബിൽ എന്തോ ഏതൊരു വീഡിയോ ബ്ലോക്കായി യൂട്യൂബിൽ, എൻ്റെ പ്രമോഷൻ വീഡിയോ. എനിക്ക് തോന്നിയിരുന്ന അതിൻ്റെ നമ്പർ ഇട്ടുകൊണ്ട് ബ്ലോക്ക് ആവുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർക്ക് സുഖമായി. കാരണം ഇനിയിപ്പോൾ അവർക്ക് വീണ്ടും അരി വാങ്ങാനുള്ളൊരു വക ഞാൻ ഇട്ട് കൊടുക്കും. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് തരികയാണ്. നിങ്ങൾ പോയി കണ്ടൻറ്റ് എൻ്റെ കണ്ടൻറ്റുകൾ പിടിക്കൂ, വിതറുകയാണ് ഞാൻ കണ്ടൻറ്റ് ഗൈസ്. എല്ലാവരും എടുക്കൂ. കിട്ടാതൊക്കെ പോയിട്ട് ഇതൊക്കെ എടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് ജാസിദാ മാപ്പ് അല്ല. അതിൻ്റെ ഇടയ്ക്ക് വേറൊരാളെ ഒരു ക്യാപ്ഷൻ കണ്ടു, ജാസി മാപ്പ് പറഞ്ഞു എന്നാ. ആരോട്, എന്തിന്, എപ്പോൾ? ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത്. എന്തിന് ഞാൻ മാപ്പ് പറയണം? ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്തില്ല ഞാൻ മാപ്പ് പറയാനാ? എന്തു ആടേ ഇത്? എനിക്ക് മനസ്സിലായില്ല. ഇത് വല്ല ഫ്ലൈറ്റാണോ? അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. ഫ്ലൈറ്റിലാണെങ്കിലും എന്തിനും ഞാൻ മാപ്പ് പറയണം? യാത്ര ചെയ്യാൻ പറ്റില്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, ഞാൻ ഒരു ഭാഗത്ത് കയറിയിരിക്കും. ഞാൻ കാശ് കൊടുത്ത് പൈസ കൊടുത്ത് യാത്ര ചെയ്യും KSRTCയിൽ. ഇത് KSRTC പറഞ്ഞാൽ എൻ്റെ സ്വർഗത്തിലേക്ക് പോണ വണ്ടിയൊന്നുമല്ലല്ലോ, ഫ്രീ ആയിട്ട് അങ്ങോട്ട് കയറിയിരിക്കാൻ അല്ലല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്തായാലും സ്ത്രീ ആയിട്ടാണ് നടക്കുന്നത്. എൻ്റെ സർജറി കഴിഞ്ഞാണ്. ഞാൻ ആണുങ്ങളെ ഡ്രസ്സോ അല്ലെങ്കിൽ ആണുങ്ങളെ ഷർട്ടും പാൻറ്റും മുണ്ടും കൊടുത്തില്ല ഞാൻ ജീവിക്കുന്നത്. ഞാനിതാ മൂക്കും കുത്തി അതും കുത്തി കണ്ട സർജറിയും ചെയ്ത് വേദന സഹിച്ച് ഞാൻ അങ്ങ് പെണ്ണായിട്ട് ഇപ്പോൾ നല്ല അടിപൊളി സാരിയൊക്കെ എടുത്താൽ ഗൈസ്. സാരി ഇങ്ങനെ ഉണ്ട്, ഇത് ഏതോ ഒരു പേജിൽ നിന്ന് കിട്ടിയ എനിക്ക് കൊളാബ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഏത് പേജാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ല അടിപൊളി സാരി കേട്ടോ. അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ ഞാൻ അതിന് പേടിക്കണം? ഇതിപ്പോൾ KSRTC ഒറ്റൊരു ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം കേട്ടോ. എന്നോട് ദയവ് ചെയ്ത് പെൺകുട്ടികളോട് എന്നോട് ഒന്നും തോന്നരുത്. എടോ, പെണ്ണുങ്ങൾ കണ്ട തോറ്റു പോകുന്ന സൗന്ദര്യമുള്ള, അതിനെ കുറിച്ച് കട്ടിയും കൂട്ടിയാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പൊന്നെ ഇവർ ട്രാൻസ് ആണോ പെണ്ണുങ്ങളാണോന്നോ കണ്ടാൽ മനസ്സിലാവില്ല. ഇത് പണ്ട് എൻ്റെ ഒരു വൈറലായിട്ടുണ്ടായിരുന്നു, ആണുങ്ങളേതാ പെണ്ണുങ്ങളേതാ, അതല്ല ഇത്. കാരണം ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഒരുപാട് വർഷമായി. എനിക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് പേരെ അറിയാം. നല്ല ബോണ്ടിലി ഒരു സിസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ബോണ്ടുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എനിക്ക് അറിയുള്ളൂ. വളരെ കുറച്ച് ആൾക്കാർ, അതായത് എൻ്റെ കൂടെ എപ്പോഴും നിൽക്കും എന്ന് തോന്നുന്ന എൻ്റെ കുറച്ച് നല്ല ഫ്രണ്ട്സുകളുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ. അതല്ലാണ്ട് ഞാനിപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ വീണ്ടും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ കൊച്ചിയിൽ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയ ശേഷം ഈ ഒത്തിരി കമ്മ്യൂണിറ്റീസിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പുറത്തും ഇവിടെയൊക്കെ വെച്ചിട്ട്.
നമുക്ക് കണ്ട മനസ്സിലാവത്തേയില്ല ഇവർ ട്രാൻസാന്നുള്ളത്. എന്ത് ഭംഗി, എന്ത് സുന്ദരികൾ, എന്ത് നല്ല മുടി, നല്ല മൂക്ക്, കണ്ണ്, ചുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു KSRTCയിൽ ഒരു സാധാരണ ഒരു ട്രാൻസ്ജെൻഡർ ഒരു പെൺകുട്ടി കയറി, ആ കുട്ടി കയറി കഴിഞ്ഞാൽ ഈ ഈ KSRTCയിൽ ഈ ടിക്കറ്റ് കൊടുക്കണ ഈ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും മനസ്സിലാവോ ഇത് പെൺ ID കാണിച്ചു കൊടുക്കണ? അങ്ങനെ ഉണ്ട്. അല്ല, ചില ട്രാൻസ്ജെൻഡേഴ്സിന്റെ ID കാർഡിൽ സ്ത്രീയാണ്, അവർ ട്രാൻസ് ID. ഞാൻ എല്ലാവരും പറയില്ല കേട്ടോ, അതിപ്പോൾ ട്രാൻസ് ആണെങ്കിലും അത് പ്രിവിലേജ് ആണ്, അത് ഒട്ടും എന്തായാലും മോശമല്ല. പക്ഷേ എങ്കിൽ പോലും ചില ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ID കാർഡിൽ സ്ത്രീയാണ്. ചില പാസ്പോർട്ടിൽ ട്രാൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുക എമിറേറ്റ്സിൽ പോകാൻ പറ്റില്ല. അതായത് എമിറേറ്റ്സിലല്ല, GCCയിൽ പോകാൻ പറ്റത്തില്ല. ക്ഷമിക്കണം, GCC കൺട്രിയിൽ അലൗഡ് അല്ല ട്രാൻസിന്. അപ്പോൾ ട്രാൻസ് എന്ന് എഴുതി കഴിഞ്ഞാൽ, പാസ്പോർട്ട് ട്രാൻസാന്ന് എഴുതി കഴിഞ്ഞാൽ അവർക്ക് അലൗഡ്. അപ്പോൾ അവരുടെ പാസ്പോർട്ട് ഫീമെയിലാണ്. അപ്പോൾ അവർ ഈ ആധാർ കാർഡ് അതേപോലെ അവരെ റേഷൻ കാർഡിലൊക്കെ അവർ ചിലപ്പോൾ സ്ത്രീ ആയിരുന്ന കാര്യം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു വ്യക്തി ഒരു ബൈ ചാൻസ് അല്ലെങ്കിൽ ഒരാൾ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി KSRTC ബസ് എടുത്തു കഴിഞ്ഞാൽ അവർ ID കാണിച്ചു കൊടുക്കുന്ന പാഷി പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ID കാണിച്ചു കൊടുത്ത ആ ID ഓൾറെഡി സ്ത്രീ എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അവർക്ക് ഫ്രീ ആയിരിക്കുമോ ചേച്ചി? അപ്പൊ അവർക്ക് ഫ്രീ ആയിരിക്കും അല്ലേ? അപ്പൊ എന്തുകൊണ്ട് ജാസിക്ക് ഫ്രീ അല്ല? ഞാൻ പൊക്കെ അങ്ങ് കാണിച്ചു കൊടുക്കണോ? അപ്പോ വേണ്ടല്ലോ, അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചില ട്രാൻസുകളെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങനെ കൈ ഇങ്ങനെ കഴുകിയിട്ട് നമുക്ക് അവിടെ തൊടാൻ പറ്റും. അങ്ങനെ തൊടണം നമ്മൾ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ജീവിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇത് എന്താണ് ഈ നടക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. യെസ്, ആശ പറയാൻ ഞങ്ങൾ ചാലിയായിട്ട്. പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ ഒരു കോമഡി ആയിട്ട് എടുക്കാൻ കാരണം എന്താണെന്നറിയോ? ഇതൊരു കോമഡി ആയതുകൊണ്ട്, പിന്നെ എനിക്കിങ്ങനെ അങ്ങനെ ആരെയും ഹേർട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കും ഹേർട്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. KSRTC ബസ്സിൽ അതെ 10 എണ്ണം പ്രതീക്ഷിക്കുന്ന റീപ്ലൈ 10 എണ്ണം. അപ്പോൾ എന്തായാലും ഞാൻ KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. ഇനിയിപ്പോൾ എനിക്ക് ഫ്രീ ടിക്കറ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഹാഫ് ടിക്കറ്റ് ഞാൻ എടുത്തിട്ട് പകുതി പൈസ മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. ഇനി അതും അല്ലെങ്കിൽ ഞാൻ അങ്ങ് ക്യാഷ് കൊടുക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം തീർന്നല്ലോ. ജാസി എന്താണ് ഏതാണെന്നുള്ളത് തീരുന്നല്ലോ. അപ്പം ഇനി പോയി മന്ത്രി ആരാന്നുള്ളത്, ആരാവണം എന്നുള്ളതൊക്കെ നിങ്ങൾ പോയി തീരുമാനിക്കുക. എനിക്കിതാണ് എൻ്റെ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പുതുമയാർന്ന വീഡിയോസുകളുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. എൻ്റെ അക്കൗണ്ട് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൻ അമർത്താൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാ ടാ, ബൈ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ബൈ ബൈ.